എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ചിങ്ങനെ മടുത്തിരിക്കുമായിരിക്കും അല്ലേ? ഒരുപാട് പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് കഴിയുമ്പോൾ നമുക്കാണെങ്കിലും ഒരു ഇച്ചിരി ഇറച്ചിയൊക്കെ കൂട്ടാൻ തോന്നൂലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു നാടൻ കോഴിയെ കിട്ടിയേ. അപ്പോൾ ആ കോഴീനെ ഒന്ന് വറുത്തരച്ച് കറി വെക്കാമെന്ന് വെച്ചു. എന്നിട്ടോ ഈന്തുംപിടിയും കൊണ്ട് കൂട്ടി നമുക്ക് കഴിക്കണം. ഞാൻ 2 വീഡിയോ ആയിട്ടാണ് കാണിക്കുക. ഈന്തുംപിടി വേറെ കാണിച്ചു തരും. അപ്പം എന്തായാലും നമുക്കിന്നൊരു നാടൻ കോഴി വറുത്തരച്ചങ്ങ് കറി വയ്ക്കാം. ഇതാ എങ്ങനെയാണെന്ന് നോക്കാം. വായു. കോഴിയെല്ലാം നല്ല പോലെ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ: സവോള 2 സവോള, ഒരു പിടുത്തം ചെറിയുള്ളി, 2 തക്കാളി എടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, കറിവേപ്പില, പിന്നെ പൊടി ഐറ്റംസാണ്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ 2 മുളക് എടുത്ത്, കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും ഓരോ സ്പൂൺ വെച്ച്, പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ തേങ്ങയുണ്ട്, വറുത്തരയ്ക്കണം, കുറച്ച് തേങ്ങ കൊത്തും ഇടാം. അപ്പോൾ കറി അങ്ങോട്ട് ഉഷാറാവും. ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മൺചട്ടിയിലോട്ട് ഇടാം. ചിക്കൻ ചെറുതാണ് കേട്ടോ. നമ്മുടെ നാടൻ കോഴി വലിയ പ്രായമില്ലാത്ത നാടൻ കോഴിയാണ്. ഒരു 6 മാസം, ഒരു 7 മാസമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിലൊന്നും ഇടരുത്. നമ്മുടെ മൺചട്ടിയിൽ തന്നെ നമുക്ക് വേവിക്കാം. അതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന സവോള, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇത്രയും വേണ്ട, ഇത്രയും മതി, തക്കാളി, ഇതെല്ലാം കൂടെ ഒന്ന് കുഴയ്ക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങനെ ഇടുന്നത്. ഇനി പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഇടാം. ഇനി ഇതിനെ നമുക്ക് അങ്ങോട്ട് കുഴയ്ക്കണം, ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട്. തേങ്ങാക്കൊത്തും കൂടെ ഇട്ടേക്കാവേ. കുറച്ചുപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അങ്ങ് കുഴയ്ക്കാം. വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. കുറച്ച് മതിയേ. ഒരു കുറഞ്ഞ വെള്ളം ഒഴിക്കാം. മൂടി വെച്ചങ്ങ് വേവിക്കാം. സ്റ്റൗവൊക്കെ ഓൺ ചെയ്തു. ഇനി നമുക്ക് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാം. വലിയ മൂപ്പില്ലാത്ത കോഴി ആയതുകൊണ്ടാണ് നമ്മൾ കുക്കറിലിടാത്ത. ഓണമൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ? ഓണമൊക്കെ ആഘോഷിച്ച് എനിക്കും സൗണ്ടൊക്കെ പോയി. അത് തന്നെയല്ല, ഗസ്റ്റും ഉണ്ടായിരുന്നു. നമുക്ക് ഈ 10 ദിവസവും മിസ്റ്റോറ റിസോർട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫുഡൊക്കെ വേണ്ടിയവർക്ക് കൊടുക്കണമൊക്കെ ആയിരുന്നു. അവിടെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഇന്നിപ്പോൾ എന്തായാലും ഒരു നാടൻ കോഴി അയക്കാമെന്ന് പറഞ്ഞു. പച്ചക്കറി ഇന്നൊരു ദിവസം മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഈന്തുംപിടിയും ഉണ്ടാക്കുന്നുണ്ട്. അത് വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇനിയും ഈ തേങ്ങയെല്ലാം കൂടെ നമുക്കൊന്ന് വറക്കണം. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു തേങ്ങ എടുത്തു. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും കുരുമുളകും കറിവേപ്പിലയും ഇത് നല്ല ചുമക്കൊന്ന് വറുത്ത് അരച്ചെടുത്തോണ്ട് വരാം. നമ്മുടെ ചിക്കൻ എന്തായെന്നൊന്ന് നോക്കണ്ടേ? ഇതാ നല്ല പോലെ തിളച്ച്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, വലിയ വേവില്ലായിരുന്നു, ചെറിയ ചിക്കനായിരുന്നു. നമ്മുടെ അരപ്പ് റെഡി ആകുന്നവരെ ഒന്നും കൂടെ അങ്ങ് ഇരുന്ന് ഒന്ന് സെറ്റായിക്കോട്ടെ. ആകുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. ഒന്നും കൂടെ മൂടി വെച്ച് അങ്ങനെ ഇരിക്കട്ടെ. ഇതാ നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറുത്തരപ്പ് അങ്ങോട്ട് ചേർക്കാം. തേങ്ങ വറുത്ത് കൊണ്ടുവന്ന കേട്ടോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാവേ. ഒരു വറവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഒരു ലേശം ഗരം മസാല ഒന്ന് മേളിൽ തൂവുക, ഒരിച്ചിരി മല്ലിച്ചപ്പ് അങ്ങോട്ട് ഇടുക. ഇതാ വെറുതെ ഇങ്ങനെ കേട്ടോ മുറിച്ച് അങ്ങോട്ട് ഇട്ടേക്ക്. കണ്ടോ? സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം
ഇളക്കിക്കൂട്ടാം. കണ്ടോ, അല്ലാതെ തന്നെ നല്ല പോലെ അത്യാവശ്യം നെയ്യുണ്ട് കോഴിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇനി ഒരു വറവിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും ടേസ്റ്റ് ഉണ്ട്. ഇതാന്നേക്ക് ഇനി ഒരു വറവിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കറി. ഇതിൻ്റെ കൂടെ എന്നാ കഴിക്കുന്നതെന്നല്ലേ കാണിച്ചു തരാം. എന്തായാലും കറി സെറ്റായിട്ടുണ്ട്. അടുത്ത പരിപാടി, നാടൻ കോഴി വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഓണത്തിൻ്റെ അവധിക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു കറിയൊക്കെ ഉണ്ടാക്കി നല്ലതല്ലേ. അപ്പം ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രമായിട്ടല്ല കഴിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മുടെ പിടിയും കൂടെ വരും. എന്നിട്ട് ഒന്നിച്ച് കഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഭയങ്കര ലെങ്ത് ആവും പിടിയും കൂടെ കാണിച്ചു തരുമ്പോൾ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.